ഏറ്റുമാനൂർ പാണന്തക്കേതിൽ കുടുംബയോഗം ട്രസ്റ്റിന്റെ 23ാമത് വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും ഏറ്റുമാനൂർ വൃന്ദാവനം ഓഡിറ്റോറിയത്തിൽ നടന്നു. കേരള സ്റ്റേറ്റ് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഡയറക്ടർ പ്രമോദ് പുഷ്കരൻ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഈ കുടുംബ ബന്ധത്തെ പറ്റിയൊക്കെ നമ്മൾ പറയുമ്പോൾ അതിൽ നമ്മളുടെ പലപ്പോഴും ഇതിനുള്ള കാരണമാകുന്നത് നമ്മളുടെ കുടുംബത്തിൽ തന്നെയുള്ള ആശയവിനിമയമില്ലായ്മ ഇന്ന് വളരെ വലിയ നേരിടുന്ന ഒരു പ്രശ്നമാണ്. ആശയവിനിമയം, കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിലുള്ള ആശയവിനിമയം ഇല്ലാതെ. ഇപ്പം നമുക്കറിയാം, ടെക്നോളജി, സാങ്കേതിക വിദ്യ വളരെ വളർന്നു വരുന്ന കാലഘട്ടത്തിൽ ഇന്നെല്ലാവരും മൊബൈൽ ഫോണിലാണ്. കുറച്ച് പേര് സീരിയൽ കാണുന്നു, കുറച്ച് പേര് മൊബൈലിൽ നോക്കുന്നു, കുറച്ച് പേര് ഇങ്ങനെ നോക്കുന്നു. പക്ഷേ ഇതിൽ തമ്മിലുള്ള ഒരു പലപ്പോഴും നമ്മൾ പറയുന്നുണ്ട്, പണ്ടത്തെ കുടുംബങ്ങളിലൊക്കെ ആണെങ്കിൽ എല്ലാവരും ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് സംസാരിച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നമുക്കറിയാം, എല്ലാവരും ജോലിയുള്ളവരാണ്, ജോലിയുടെ തിരക്കുകളുണ്ട്. പലപ്പോഴും വീട്ടിൽ വന്നിരുന്ന് കമ്പ്യൂട്ടറിലൊക്കെ ജോലി ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ആശയവിനിമയത്തിൻ്റെ ഒരു പ്രസക്തി അവിടെ ഇല്ലാതാവുന്നു. ഈ ആശയവിനിമയത്തിലൂടെ തന്നെ നമുക്ക് ഈ കുടുംബ ബന്ധങ്ങൾ വളരെയധികം കൂട്ടിയുറപ്പിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. കുടുംബയോഗം പ്രസിഡന്റ് PK രാമദാസ് അധ്യക്ഷത വഹിച്ചു. കേരള ഹൈക്കോടതി സ്റ്റാൻഡിംഗ് കൗൺസിൽ അഡ്വക്കേറ്റ് തോളൂർ ശാന്താറാം റോയ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ മികച്ച കായിക താരം PR ജയകുമാർ, ചിത്രകാരൻ വൈശാഖ് വിമലൻ തീക്കോയി, മാധ്യമപ്രവർത്തകൻ AR രവീന്ദ്രൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. കലാപരിപാടികളുടെ ഉദ്ഘാടനം ഡോക്ടർ S ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു. തുടർന്ന് പ്രണവം ഓർക്കസ്ട്ര അവതരിപ്പിച്ച ഏറ്റുമാനൂർ പ്രദീപ് നയിച്ച ഗാനമേള, ആറുമാനൂർ പാണ്ഡുരംഗ കൈകൊട്ടിക്കളി സംഘത്തിന്റെ കൈകൊട്ടിക്കളി, കുടുംബാംഗങ്ങൾ അവതരിപ്പിച്ച നൃത്തപരിപാടികൾ, സ്നേഹവിരുന്ന് എന്നിവയും നടന്നു. പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ കുട്ടികളെ ചടങ്ങിൽ ആദരിച്ചു. പുതിയ ഭരണസമിതിയുടെ തെരഞ്ഞെടുപ്പും നടന്നു.